സതീശൻ സർക്കാരിന് വേണ്ടിയുള്ള ധവളപത്രം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആ കടത്തിൻ്റെ വ്യാപ്തി 5 ലക്ഷം കോടിക്ക് മുകളിലുള്ള കടത്തിൻ്റെ കരുത്തിനെ പറ്റി, അതിൻ്റെ അപകടത്തെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രി ഏറെ ഉത്കണ്ഠപ്പെടുകയുണ്ടായി. നോക്കൂ, കേരളം മാത്രമല്ല, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ സാമ്പത്തികമായി ഒട്ടേറെ അവസരങ്ങൾ അവർക്ക് തുറന്നിടാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 2014 കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം കടം ഏതാണ്ട് 55 ലക്ഷം കോടിയാണെങ്കിൽ ഇന്ന് അത് ഏതാണ്ട് 210 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം, സംസ്ഥാന സർക്കാരുകൾക്ക്, കേന്ദ്ര സർക്കാരുകൾക്ക്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് കടമെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ എടുക്കുന്ന കടം ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന വിമർശനത്തെ നമുക്ക് ആരോഗ്യകരമായി കാണാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെങ്കിൽ പോലും കേരളത്തിൻ്റെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുടക്കുന്ന പണത്തിന് വേണ്ട വിധത്തിലുള്ള ലാഭം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് കൂടുതൽ വരുമാന മാർഗങ്ങൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കണ്ടെത്തിക്കൊണ്ട് കടത്തിൻ്റെ ഭാരം പടിപടിയായി കുറച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നതിനപ്പുറം, ഇതാ കേരളം വലിയ കടക്കണിയിലാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന് പലിശ കൊടുക്കേണ്ടി വരുന്നതാണെന്നൊക്കെയുള്ള തരം അവതരണം സർക്കാരുകളുടെ ജനസേവനത്തെ പരമാവധി കുറച്ചു കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം, ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം, അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കേണ്ടതില്ലെന്ന ആഗ്രഹം, പരമാവധി ക്ഷേമ പദ്ധതികൾ കുറച്ചുകൊണ്ട് സർക്കാരിനെ ലാഭത്തിലാക്കാമെന്നുള്ള ആഗ്രഹം. അങ്ങനെ സർക്കാർ എന്നത് ലാഭം ഉണ്ടാക്കേണ്ട ഒരു സ്ഥാപനമല്ലെന്നും, എന്നാൽ ജനങ്ങളുടെ പരമാവധി ഭാരം കുറച്ചുകൊണ്ട് ഇതര വരുമാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഉള്ളടക്കം വർദ്ധിപ്പിക്കാനുള്ള ഇച്ഛാശക്തിയാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രി പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ അതിനപ്പുറം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കടക്കണിയെ പറ്റിയുള്ള അവതരണം ഉദ്ദേശിച്ച ഫലമായിരിക്കുകയില്ല ഈ സർക്കാരിന് വരുന്ന ആളുകളിൽ നൽകാൻ പോകുന്നത്.